ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടിട്ടുള്ള ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക. ഇതൊരു വീക്ക് ഡേയിലെ ഡേ ഇൻ മൈ ലൈഫാണ്. പൊതുവേ ഞാൻ വീക്ക് ഡേയ്സിൽ ഡേ ഇൻ മൈ ലൈഫ്സ് ഒന്നും ചെയ്യാറില്ല. പക്ഷേ എന്തായാലും അന്നത്തെ ദിവസം വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അന്ന് വാക്സിനേഷൻ ഡേ ആയിരുന്നു. രണ്ടാമത്തെ ഡോസ് വാക്സിനേഷൻ എടുക്കുന്ന ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പണികൾ തീർക്കാനുണ്ട്. കാരണം ഒരു 10:30ക്കാണ് അപ്പോയിൻമെൻറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് കൂടുതൽ ജോലികൾ ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചു. കാര്യം കഴിഞ്ഞ പ്രാവശ്യം വാക്സിൻ എടുത്തപ്പോൾ കുറച്ചൊരു ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഡിന്നറിനും കൂടിയുള്ള കാര്യങ്ങൾ കുറച്ച് ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ച് എളുപ്പം ഉണ്ടാവുമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് പ്ലാൻ ചെയ്തേക്കുന്നത് പുട്ടും പഴമാണ്. അപ്പം എളുപ്പമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. പഴമുണ്ട്, കറി ഉണ്ടാക്കേണ്ട കാര്യമില്ല. പിന്നെ വൈകുന്നേരത്തിന് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും ഇടിയപ്പം ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. ഇടിയപ്പം എനിക്ക് പൊതുവേ എളുപ്പമുള്ളൊരു ഐറ്റമാണ്. അപ്പം അത് എളുപ്പത്തിൽ ചെയ്തെടുക്കാം. പിന്നെ ലഞ്ചിന് സാമ്പാർ കുറച്ച് ഇരിപ്പുണ്ട്. അപ്പം സൈഡായിട്ടുള്ള എന്തെങ്കിലും കറികളും കൂടി ഉണ്ടാക്കിയാൽ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാമല്ലോ. അപ്പോൾ ഇതാ കുറച്ച് നമ്മുടെ ചിക്കൻ കറിക്ക് ആവശ്യമുള്ള ഉള്ളി അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം തന്നെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് തലേദിവസം തന്നെ. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാം അല്ലേ. ഇടിയപ്പത്തിൻ്റെ പാത്രം റെഡിയാക്കാൻ വേണ്ടി ഞാൻ മോളോട് പറഞ്ഞാണ്. അപ്പോൾ അവൾ അതിൻ്റെ വെള്ളമൊക്കെ റെഡിയാക്കി അതുപോലെ തട്ടുകളിൽ എണ്ണയൊക്കെ പുരട്ടി വെച്ച് അങ്ങനെ റെഡിയാക്കി തരും. അപ്പോൾ എനിക്ക് കുട്ടി കുട്ടി ഹെൽപ്പൊക്കെ അങ്ങനെ കിട്ടും കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം രാവിലെ നടക്കാനൊന്നും പോയില്ല കേട്ടോ. കാരണം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാമെന്നുള്ളതുകൊണ്ട് അന്നത്തെ ദിവസത്തെ നടത്തം ക്യാൻസലാക്കി. അപ്പോൾ ആ ഒരു അരമണിക്കൂറും കൂടി നമുക്ക് എക്സ്ട്രാ കിട്ടുമല്ലോ. പിന്നെ വീക്ക് ഡേ ആയതുകൊണ്ട് നമുക്ക് 7:45 ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവുകയും വേണം. അപ്പോൾ വേഗം തന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുകയാണ്. ചിക്കൻ കറിയുടെ റെസിപ്പിയൊന്നും ഒരുപാട് കാണിക്കാനില്ല. നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തന്നെ ആഡ് ചെയ്ത് സംഭവങ്ങളൊക്കെ ഇട്ട് പൊടികളൊക്കെ ഇട്ട് ഇപ്രാവശ്യം ഞാൻ ചെയ്തേക്കുന്നത് വറുത്തരച്ച് ചേർത്തിട്ടുള്ള ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം എല്ലാം സാധാരണ പോലെ തന്നെ. അപ്പം നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരം തേങ്ങ വറുത്തത് അരച്ചിട്ട് ഇതിനകത്തോട്ട് ചേർക്കുന്നു. അപ്പം ഞാൻ വറുത്തരയ്ക്കണതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് നാൾ നമ്മൾ ചിക്കൻ കറി ഫ്രിഡ്ജിനകത്ത് ഇരുന്നാലും നമുക്ക് ചീത്തയാവാതെ കിട്ടും. അപ്പോൾ ഞാൻ കൂടുതലും മട്ടനും ചിക്കനും എല്ലാം അങ്ങനെ വറുത്തരച്ച് കറി വയ്ക്കാറുണ്ട്. ബീഫ് അങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എനിക്ക് വേണ്ടി കുറച്ച് ഓട്സ് പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ മോന് പഴം കൂട്ടി സാധാരണ പുട്ട് കഴിക്കുന്നത് ഇഷ്ടമല്ല. ഓട്സ് പുട്ടാണെങ്കിൽ തനിയെ കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ സാധാരണ അരിപ്പുട്ടിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഓട്സ് പുട്ടും കൂടി ഉണ്ടാക്കി. പിന്നെ ചിക്കൻ കറി ഞാൻ രാവിലത്തേക്ക് എടുത്തില്ല കേട്ടോ. അത് വൈകുന്നേരത്തേക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അത് എടുത്തില്ല. പഴം കൂട്ടി തന്നെയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. പിന്നെ കുറച്ച് ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ധൃതിയിലുള്ള പണിയായതുകൊണ്ട് അത് ഉണ്ടാക്കിയതൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിതിങ്ങനെ റെഡി ആകുമ്പോഴത്തേനും നമ്മുടെ ഓവൻ്റെ അകത്തോട്ട് എടുത്ത് വെക്കും കേട്ടോ. മൂടി സേഫായിട്ട് എടുത്ത് വയ്ക്കാൻ നല്ലൊരു സ്ഥലമല്ലേ അത്. കുട്ടികൾക്ക് ബുൾസൈ ഉണ്ടാക്കി കൊടുത്തു ഒരു 10 മണിയൊക്കെ ആയപ്പോൾ. അതുപോലെ ഞങ്ങളെല്ലാവരും തന്നെ ബൂസ്റ്റ് ഉണ്ടാക്കി കുടിച്ചു. സാധാരണ ഞാനങ്ങനെ കുടിക്കലില്ല, പക്ഷെ നമ്മളിന്നിങ്ങനെ ഇഞ്ചക്ഷനൊക്കെ എടുക്കാൻ പോവല്ലേ. അങ്ങനെ ഒരു 10:30 ആയപ്പോൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിൽ ഒട്ടും തന്നെ തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇരുന്നാണ് വാക്സിനേഷൻ എടുത്തത്. പക്ഷേ ഇപ്രാവശ്യം ഒട്ടും തന്നെ ആളുണ്ടായിരുന്നില്ല. എളുപ്പത്തിൽ കാര്യം കഴിഞ്ഞു. ഒരു അരമണിക്കൂർ മൊത്തത്തിൽ ഒരു 20 മിനിറ്റ് വെയിറ്റിംഗ് ടൈമൊക്കെ ആയിട്ട് എളുപ്പത്തിൽ വാക്സിനേഷൻ കഴിഞ്ഞു. വേഗം തന്നെ തിരിച്ചെത്തി. പെട്ടെന്ന് കുറച്ച് വെജിറ്റബിൾസ് ഗ്രില്ല് ചെയ്തെടുക്കുകയാണ്. ഇത് ബട്ടൺ മഷ്റൂം നമുക്ക് കിട്ടില്ലേ, സാധാരണ മഷ്റൂം. പിന്നെ അതുപോലെ കുറച്ച് ക്യാപ്സിക്കും ഇത് ചെറുതായി അരിഞ്ഞിട്ട് അതിലോട്ട് പിസ്സ സീസണിങ്ങും അതുപോലെ തന്നെ ഗാർലിക് പൗഡർ എന്ന് പറഞ്ഞ് കിട്ടും. ഇത് രണ്ടും കൂടി ജസ്റ്റ് ഉപ്പും
പിന്നെ കുറച്ച് കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതും ഇട്ടിട്ട് ഒലിവ് ഓയിലും കൂടി ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ ഓവനിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഗ്രില്ല് ചെയ്തു. ഗ്രില്ലിംഗ് എന്ന് പറഞ്ഞാൽ വേറെ സെപ്പറേറ്റ് ഓപ്ഷൻസ് ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി ഇട്ടേ ഉള്ളൂ. അപ്പം കുറച്ച് കഴിയുമ്പോൾ റെഡിയായി. ഇപ്പോൾ ഈ ഓവൻ കൺവെക്ഷൻ ഓവനാണ് കേട്ടോ. സാധാരണ വെറുതെ ചൂടാക്കുന്ന റീഹീറ്റ് ചെയ്യുന്ന ഓവനല്ല, കൺവെക്ഷൻ ഓവനിലാണ് ഇത് ചെയ്തത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓവനുള്ളവർ ഇങ്ങനെ ചെയ്ത് നോക്കുവാണെങ്കിൽ നല്ല രസമുള്ള റെസിപ്പിയാണ് കേട്ടോ. എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഒരു ഓംലെറ്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. മിക്കവാറും ഇപ്പോൾ ഓംലെറ്റിൽ മുരിങ്ങയില ചേർക്കാറുണ്ട്. എൻ്റെ കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കുറച്ച് ലീവ്സ് എന്തായാലും അതിനകത്തോട്ട് ആഡ് ചെയ്യും. എൻ്റെ ഓംലെറ്റിൻ്റെ ഒരു ഷേപ്പ് കണ്ടോ, ഒരു പ്രത്യേക ഷേപ്പാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് മന്തി റൈസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് അതെടുത്തു. ഞങ്ങൾക്ക് സാധാരണ ചോറും സാമ്പാർ, ബീൻസ് മെഴുക്കുവരട്ടി, പിന്നെ ഈ മഷ്റൂം ഗ്രിൽഡ്, തൈരുണ്ട്, പിന്നെ ഓംലെറ്റ്, വേപ്പില ചമ്മന്തി. അതൊക്കെ കഴിഞ്ഞ് ഒന്ന് റെസ്റ്റ് എടുത്തു. വാക്സിനേഷനൊക്കെ കഴിഞ്ഞതല്ലേ, കുറച്ച് നേരം ഒന്ന് മയങ്ങി. അതൊക്കെ കഴിഞ്ഞ് ചായയ്ക്ക് ഉന്നക്കായ ഫ്രൈ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചേക്കുന്നത്. അപ്പോൾ തൊട്ട് തലേ ദിവസം ഞാൻ ഉന്നക്കായൊക്കെ റെഡിയാക്കി ബോക്സിനകത്താക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കെടുത്ത് ഫ്രൈ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ തലേ ദിവസം ഞാൻ ഉന്നക്കായ എങ്ങനെ പ്രിപ്പയർ ചെയ്തതെന്നുള്ളത് ഞാൻ കാണിക്കാം. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ഉണ്ടോ, എങ്ങനെയാണ് ഉന്നക്കായ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും അത് കാണിക്കാം. ഉന്നക്ക ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം പഴത്തിൻ്റെ പഴുപ്പാണ്. നമുക്ക് കറക്റ്റായിട്ടുള്ള പാകത്തിനുള്ള പഴമാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മിക്കവാറും നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ പഴം ഞാൻ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പ്രഷർ കുക്കറിൽ. പിന്നെ അതാ കുറച്ച് കാഷ്യൂ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കുക. അത് നമുക്ക് തേങ്ങയൊന്ന് വിളയിച്ചെടുക്കണം, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് വരുമ്പോൾ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിനകത്തോട്ട് തേങ്ങ ഇടും. അപ്പോൾ തേങ്ങ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ മധുരം വറുത്തെടുത്താൽ തേങ്ങ കുറച്ച് ഹാർഡായിട്ടിരിക്കും. പക്ഷേ അത് ഇഷ്ടമുള്ളവരും ഉണ്ട് കേട്ടോ. ഇത് നല്ല സോഫ്റ്റായിട്ട് എടുക്കും നമ്മൾ ഉള്ളിൽ കടിക്കുമ്പോൾ. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് മുട്ടയൊക്കെ ചേർക്കാം. പക്ഷേ ഞാൻ പൊതുവെ മുട്ട ചേർക്കാറില്ല. തേങ്ങയും കാഷ്നട്ടും പഞ്ചസാരയിൽ വിളയിച്ചാണ് ഞാൻ ഉന്നക്ക മിക്കവാറും തയ്യാറാക്കുമ്പോൾ ചെയ്യുന്നത്. അതുപോലെ ശർക്കര ഇഷ്ടമുള്ളവർക്ക് ശർക്കരയൊക്കെ ചേർക്കാം കേട്ടോ. അതുപോലെ കിസ്മിസ് ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ കിസ്മിസൊന്നും ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ടാണ് ഉള്ളിലുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത്. പിന്നൊരു കാര്യം മറന്നു, ഏലക്ക ഞാൻ ചതച്ച് പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം, ഞങ്ങൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഏലക്ക ഞാൻ പൊടിച്ച് ഇതിനകത്ത് ഈ തേങ്ങ വിളയിക്കുന്നതിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ എത്ര വേണമെന്നൊക്കെ ഉള്ളതൊരു കണക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടാക്കി ഫില്ലിങ്ങിൽ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ആരെങ്കിലും എടുത്ത് കഴിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ഉപ്പും കൂടി ചേർക്കുവാണെങ്കിൽ ആ മധുരം നല്ല ബാലൻസ് ആയി കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ പഴമൊക്കെ പുഴുങ്ങി വന്നിട്ടുണ്ട്. ഞാൻ ഒരു വിസിലേ കൊടുത്തുള്ളൂ. പക്ഷേ കുക്കർ ഒരു ഇച്ചിരി നേരം പിടിച്ചു ആ വിസിൽ വരാൻ വേണ്ടി. ആ ഒരു ടൈം കൊണ്ട് തന്നെ കുറച്ചൊന്ന് വെന്ത് പോയി. അപ്പോൾ അതൊന്ന് ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. പഴത്തിൻ്റെ പാകമാണ് നമ്മൾ ഉന്നക്ക ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പഴത്തിൻ്റെ പാകം നമ്മൾ കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർക്കാതെ പറ്റില്ല. അതല്ലെങ്കിൽ അരിപ്പൊടി ഇല്ലാതെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും. അതായിരിക്കും ഏറ്റവും ടേസ്റ്റ്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചേ ചേർക്കുന്നുള്ളൂ എങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ കുറച്ചൊന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഉന്നക്കയ്ക്ക് ഇച്ചിരി ഒരു ഹാർഡ്നെസ് വരും. അപ്പം പഴത്തിൻ്റെ പാകം നല്ല കറക്റ്റായിട്ട് അരിപ്പൊടിയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഉന്നക്ക എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര നേരം കഴിഞ്ഞ് കഴിഞ്ഞാലും നല്ല ടേസ്റ്റായിട്ട് തന്നെ കഴിക്കാൻ പറ്റും. 1-2 പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ പഴം ഞാനൊരു മാഷർ വെച്ചാണ് ഇത് മാഷ് ചെയ്തെടുത്തത്. അപ്പോൾ മാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അത് പിടിച്ച് എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഇതാ കുറച്ച് അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റി. അപ്പം നല്ല ചൂടുണ്ടായിരുന്നു. ആ നല്ല ചൂടുള്ള സമയത്തും നമുക്ക് പിടിക്കാൻ ഇച്ചിരി പാടാണ്. പക്ഷെ പയ്യെ അത് കഴിഞ്ഞു വന്നപ്പോഴത്തേനും ചൂട് കുറഞ്ഞു. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ ഉരുട്ടിയെടുക്കാൻ പറ്റിയിട്ടോ. അതുപോലെ ഇതിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണ തടവി ഒന്ന് സ്മൂത്തൻ ചെയ്യുവാണെങ്കിൽ അത് നല്ല അതിൻ്റെ പുറമൊക്കെ നല്ല സ്മൂത്തായിട്ട് ഒരേപോലെ വരികയും ചെയ്യും. അപ്പം നമുക്ക് നല്ലൊരു ഷേപ്പായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടില്ല. അപ്പം അങ്ങനെയും ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാൻ നല്ലതാണ്. നമ്മൾ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കില്ലേ, അതുപോലെ തന്നെ ഉള്ളിലൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് അത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക. അത്രയേ ഉള്ളൂ പണി.
അപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് തേങ്ങയുടെ ഈ ഫില്ലിങ് വേണമെങ്കിൽ തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പഴം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഉന്നക്ക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ആദ്യത്തെ 1-2 പ്രാവശ്യം കുറച്ച് ടഫ് തോന്നുമായിരിക്കും, പിന്നെ എളുപ്പമാണ്. അപ്പോൾ ഒരു 10-14 ഉന്നക്ക നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഒരു 5-6 പഴം വെച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന്. ഞാൻ ഓർക്കണില്ല കേട്ടോ എത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം തന്നെ ഒരു ബോക്സിനകത്ത് ആക്കി വെക്കുകയാണ്. ഇത് ഫ്രീസറിലൊന്നും വെക്കാതെ തന്നെ ഒരു 2-3 ദിവസം കൊണ്ട് ഇവിടെ തീരും. ഫ്രീസറിൽ വെച്ചാൽ ഇത് കുറച്ച് കട്ടിയാവില്ല. ഫ്രീസറിൽ വെച്ചാലും നമുക്ക് ഉപയോഗിക്കാം, പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് തന്നെ വേഗം എടുത്ത് തീർക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞു, നമ്മളുടെ പ്രസൻറ്റ് ഡേയിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ചായയുടെ സമയത്താണല്ലോ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ചായക്ക് പെട്ടെന്ന് തന്നെ ഉന്നക്ക നമുക്ക് പൊരിച്ചെടുക്കാം. നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കുന്നതാണ് ഇതെല്ലാ ഭാഗത്തും നല്ലപോലെ ഭംഗിയിൽ കളറിൽ കിട്ടാൻ നല്ലത്. പക്ഷെ ഞാനിത് പാൻ ഫ്രൈ ആണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് എണ്ണ വേസ്റ്റ് ആവില്ലേ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സംഗതി ഇത്രയേ പ്രശ്നമുള്ളൂ, കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാൽ ഇത് കുറച്ച് കട്ടിയാവും അരിപ്പൊടി ചേർക്കണോണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രാവിലെ വലിയ ക്ലീനിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് നിവർത്തിയിട്ടു. അതുപോലെ ബെഡ്ഷീറ്റ് വിരിച്ചിടൽ അങ്ങനത്തെ പണികളൊന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം വൈകുന്നേരം ഒരു ക്വിക്ക് ക്ലീനിങ് പോലെ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ചെയ്ത് വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ വിചാരിച്ചത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ വാക്സിനേഷന് ചെറിയൊരു കൈവേദന, ചെറിയൊരു പനിയല്ല, ഒരു ചെറിയ കുളിര് പോലെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം അങ്ങനെ തന്നെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ നടക്കാൻ പോയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വൈകുന്നേരം ഒന്ന് നടന്നിട്ട് വരാം. ഇപ്പം സ്ഥിരമായി നടക്കുന്നതുകൊണ്ട് അത് ഒഴിവാക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പണികളൊക്കെ കഴിഞ്ഞു, വൈകുന്നേരത്തിന് ചിക്കൻ കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ടല്ലോ. ഒത്തിരി തിരക്ക് പിടിച്ചൊരു രാവിലെ ആയിരുന്നെങ്കിൽ വൈകുന്നേരം ആയപ്പോഴത്തേനും നല്ലൊരു റിലാക്സിങ് ഡേ ആയി. ഞാൻ വിചാരിച്ചത് നല്ല ക്ഷീണമൊക്കെ ആയിരിക്കും, ഒരു സുഖം ഉണ്ടാവില്ല അന്നത്തെ ദിവസം. പക്ഷെ നല്ലൊരു റിലാക്സിങ് പീസ്ഫുൾ ഡേ ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേനും മോൾ അവിടെ പാസ്ത വേവിച്ച് വെച്ചിട്ടുണ്ട്. അവൾക്ക് ഇങ്ങനത്തെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഓർഗാനിക് വീറ്റ് പാസ്ത എന്ന് പറഞ്ഞ് കണ്ടപ്പോൾ വാങ്ങിയതാണ്. അപ്പം ഓർഗാനിക്കാണ്, വീറ്റാണ്, അങ്ങനെയാകുമ്പോൾ കുറച്ച് ഹെൽത്തി ആണെന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ. അപ്പോൾ ഇത് അവൾ സ്വന്തമായി വികസിപ്പിച്ചെടുത്തൊരു റെസിപ്പിയാണ്. അതായത് പാസ്ത വേവിച്ചെടുത്തിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കുറച്ച് ഗാർലിക് പൗഡറും കുറച്ച് ചീസും ഒക്കെ ഇട്ടിട്ട് മൈക്രോവേവിൽ അങ്ങ് വെക്കും. അപ്പോൾ അതൊക്കെ അലിഞ്ഞ് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് വരുന്നതാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഞാനൊരു വലിയ സത്യം വെളിപ്പെടുത്താം കേട്ടോ. എന്താണെന്നറിയോ, ഞാൻ രാവിലെ ഇടിയപ്പം ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുറച്ച് പത്തിരി വാങ്ങിച്ചു. എന്തായാലും ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അപ്പോൾ പത്തിരിയൊക്കെ ചൂടാക്കി പത്തിരിയും ചിക്കൻ കറിയാണ് വൈകുന്നേരം കഴിച്ചത്. ഇപ്രാവശ്യത്തെ ചിക്കൻ കറിയും അത്ര നന്നായില്ല കേട്ടോ, ധൃതിയിൽ ചെയ്തുകൊണ്ടായിരിക്കണം. എന്തായാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം ശരിയാക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അല്ലേ. എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു, ബോറടിച്ചില്ല എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഹോം മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റ്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനലിൽ മൺഡേ ആൻഡ് തേഴ്സ്ഡേ 2 PM ആണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ തന്നെ കാണാം. അതുവരേക്കും ബൈ.